ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ തീർത്ഥാടക സംഘത്തിന് സ്വീകരണം നൽകി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ ആദ്യ തീർത്ഥാടക സംഘത്തെയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചത്. സൗദി എയർലൈൻസിൻ്റെ 3784 നമ്പർ വിമാനത്തിലാണ് ആദ്യ തീർത്ഥാടക സംഘം രാവിലെ 10:30 എത്തിയത്. ഇവരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ മെയ് 26-നാണ് 279 തീർത്ഥാടകരുമായി നെടുമ്പാശ്ശേരിയിൽ നിന്നും ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെട്ടത്. ആകെ 4478 ഹജ്ജ് തീർത്ഥാടകരാണ് നെടുമ്പാശ്ശേരി വഴി പോയത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 4277 പേർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 106 പേരും കർണാടകയിൽ നിന്നുള്ള 2 പേരും ലക്ഷദ്വീപിൽ നിന്നുള്ള 93 പേരും യാത്ര തിരിച്ചിരുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സിയാലിൻ്റെ സഹായത്തോടെ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നതായി നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൻ്റെ ചുമതലയുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം എ സഫർ കയാൽ പറഞ്ഞു. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്കായുള്ള സംസം വെള്ളം വളരെ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു. ഓരോ ഹാജിമാർക്കും 5 ലിറ്റർ സംസം വെള്ളമാണ് നൽകുകയെന്നും സഫർ കയാൽ പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 289 ഹജ്ജ് തീർത്ഥാടകരുമായി ഹജ്ജ് തീർത്ഥാടകരുടെ രണ്ടാമത്തെ വിമാനവും നെടുമ്പാശ്ശേരിയിലെത്തും. 21-ാം തീയതി രാവിലെ 10:25-നാണ് ഹജ്ജ് കഴിഞ്ഞെത്തുന്ന ഹാജിമാരുടെ അവസാന വിമാനം നെടുമ്പാശ്ശേരിയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് ആലുവ.